നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് വളരെ കുറച്ച് സാരികളേ ഉള്ളൂ. സെമി സിൽക്ക് സാരിയും സെമി ടസർ സാരിയും കൂടെ കൂട്ടിയിട്ടുള്ള സാരി. ഈയിടെയായിട്ട് എനിക്ക് തന്നെ അറിയാം, വളരെ എണ്ണവും ശോഷിച്ച് വന്നുകൊണ്ടിരിക്കുക കാണിക്കുന്നതിന് എണ്ണത്തിൽ. അതെന്നാന്നറിയോ, അത് ഈ മറ്റേ സിനിമയ്ക്കകത്തൊരു ഡയലോഗ് പറയേ, പുലി പതുങ്ങുന്നത് എന്നാ ഒളിക്കാനല്ല, പൂർവാധിക ശക്തിയോടെ കുതിക്കാനാണിത്. എപ്പോഴേ പുതിയ കട വരാൻ പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കും അതിനനുസരിച്ചുള്ള ടയേർഡും മാര്യകളും എല്ലാം ഒക്കെയാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിലരൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ട് ഉള്ളവർ വിചാരിക്കും, സ്ഥിരം കാണുന്ന എൻ്റെ സ്വന്തം ആൾക്കാരൊന്നും അങ്ങനെ വിചാരിക്കത്തില്ല. എല്ലാവരും എൻ്റെ സ്വന്തം, എന്നാലും എന്നെ അല്ലായിട്ട് അറിയാവുന്ന ആൾക്കാരങ്ങനെ വിചാരിക്കത്തില്ലെന്ന് പറയും. ഇതൊക്കെ ഞാനിപ്പോൾ ഞങ്ങളിപ്പോൾ എന്നെ വേണമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഇതിൻ്റെയൊക്കെ പൂർവാധികം ശക്തിയോടുകൂടി ഇസബെല്ല എന്താ പറയുന്നത്, കുതിച്ചുയരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ പമ്മൽ. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ പോട്ടെ. നമുക്ക് സെമി ടസർ ഫങ്ഷൻ വെയർ സാരി, ഫങ്ഷൻ വെയർ സെമി ടസറായിട്ട് കിട്ടിയാൽ അടിപൊളിയാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സെമി ടസറിന് നമ്മൾ 5000-10,000 രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ എല്ലാവർക്കും അത് പറ്റാത്ത കാര്യം അതിൻ്റെ റേറ്റ് തന്നെയാണ്. പിന്നെ സെമി ടസറിന് പ്യുവർ ടസർ 5000-10,000 ഒക്കെ കൊടുത്ത് വാങ്ങാൻ അതിൻ്റെ റേറ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ സ്റ്റഫും അതിന് കിട്ടുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫീലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടസറിനെ ആ പൈസ കൊടുക്കാൻ റെഡിയുള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മാത്രം സാരി അത് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പം ഇപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു വിഷമം തീർക്കുന്നത് സെമി ടസറല്ല. പക്ഷേ സെമി ടസർ കൂടുതലും വരുന്നത് നമ്മൾ ചുമ്മാ ഇങ്ങനെ ലൈൻസൊക്കെ ആയിട്ട് ഫങ്ഷൻ വെയർ ആയിട്ട് അധികം വരുന്നില്ല. പക്ഷേ ഫങ്ഷൻ വെയർ ആയിട്ട് വരുമ്പോൾ നമുക്ക് നല്ലതാണ്. ഈ റേറ്റിൽ ഒരു ഫങ്ഷൻ വെയർ ടസറിൻ്റെ ഫാബ്രിക്കിൽ കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര നല്ല കാര്യമാണ്. അതാണിത്. 7 കളറിങ് കണ്ടുണ്ട്. ഇതിപ്പോൾ ലാവണ്ടർ പിന്നെ എന്നാ ഈ ബീട്രൂട്ട് ട്രീപ്പട്ടി കളറിൻ്റെ ഒക്കെ ഡാർക്ക്, ലാവണ്ടറിൻ്റെ ഒക്കെ ഡാർക്കായത്. ഇത് ലാവണ്ടർ കുഞ്ഞ്, ഇത് വലിയ മുതുമുത്തശ്ശൻ, അങ്ങനെ വരും. അല്ലെങ്കിൽ തീപ്പട്ടി കളർ എന്ന് പറയുമ്പോൾ ഈ തീപ്പട്ടിയുടെ സൈഡിലത്തെ കളറല്ലേ, തെറ്റിദ്ധരിച്ച് ആരാണ്ട് എന്തോ ഒരു കളറിന് മിസ്റ്റേക്ക് പറയുന്നത് കിട്ടും. തീപ്പട്ടി കളർ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചത് അതാണ്. അതെന്നായിരുന്നു കേസ്, മറന്നുപോയി. തീപ്പട്ടിയുടെ സൈഡിലിരിക്കുന്ന ആ കളറില്ലേ, അതാ തീപ്പട്ടിയുടെ മണ്ടയിലത്തെ മഞ്ഞ കളറൊക്കെ വരും. ഞാനതിരുന്നപ്പോൾ ആലോചിച്ചു, അങ്ങനെ ഓരോ സ്ഥലത്തുള്ള പല സ്ഥലത്തും പല രീതികളും സംസാര ഭാഷ പോലും വ്യത്യാസമല്ലേ. ഇതിപ്പം പർപ്പിളിൻ്റെ ഡാർക്ക് എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഡൈഞ്ഞ, എന്നിട്ട് ബോഡിക്ക് ഇങ്ങനെ ഒരു 6 ആഗ് കാണാവും. 6 ആഗ് വന്നിട്ട് ഒട്ടും ഓവറായിട്ടൊരു തിളക്കം കാര്യങ്ങളല്ല, എന്നാൽ ഉണ്ട് തന്നെ ആ ഒരു ഫങ്ഷൻ വെയറിന് വേണ്ട തിളക്കമുണ്ട്. ഈ കോപ്പർ ഡിസൈനിൽ വീവ് ചെയ്തിരിക്കുക, നല്ല ഭംഗിയാണ്. ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, നല്ല ഭംഗിയാണ് കേട്ടോ. ചുമ്മാ എല്ലാം പേഴ്സണലി സജസ്റ്റ് ചെയ്യുമല്ലോ എന്ന് പറയരുത്. ഞാൻ തന്നെ പറയുകയും ഞാൻ തന്നെ ആലോചിക്കുകയും ഞാൻ തന്നെ ഉത്തരം പറയുകയും ചെയ്യും. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മുന്താണി ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. മുന്താണി പ്ലെയിന്, ബ്ലൗസും പ്ലെയിന്. പ്ലെയിൻ അല്ലേ? അതെ പ്ലെയിന്. ഉണ്ടോ ഈ ഇതുകൊണ്ട് ഇതിങ്ങനെ നോക്കും, നിങ്ങൾ കാണുമ്പോൾ അറിയാം നമ്മളുടെ ദേശി ടസറിൻ്റെ നല്ല ഒരു സ്റ്റഫല്ലേ. അതേ ഒരു കോപ്പി എന്ന് പറഞ്ഞാൽ ഇത്ര കൃത്യമായിട്ട് നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയം. നല്ല സാരിയാണ്, നല്ല കളറ്, നല്ല സാരി. അത് കൂടുതലൊന്നും പറയുന്നില്ല, മാനേജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഒട്ടും ഇങ്ങനെ മേത്ത് കുത്തിക്കൊള്ളുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് വീവാണേലും ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾവശം ഇരിക്കുന്നത്. പിന്നെ 1 പ്ലെയർ ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, മടക്കി കുത്തണമെങ്കിൽ അങ്ങനെ ഇടാം. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. ഞാൻ ഇതിൻ്റെ മെറിറ്റ്സ് എല്ലാം പറയും കേട്ടോ. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. ഫങ്ഷൻ വെയർ ആയിട്ടാണ് കൂടുതൽ ഇത് പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ ഡിഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ സെമി ടസറാണ്, ഇത്ര രൂപയെ കൊടുത്തിട്ടുള്ളതെന്ന് ഓർത്ത് കെയർലെസ് ആയിട്ട് ഉപയോഗിക്കരുത്. ഫസ്റ്റ് വാഷ്, ഡ്രൈ വാഷ്, അല്ലെങ്കിൽ കഴിയുന്നത് ഇതിൻ്റെ വാഷ് എല്ലാം ഡ്രൈ വാഷ് തന്നെ ചെയ്യണം. ഡ്രൈ വാഷ് തന്നെ ചെയ്യണം, ഒരു കാരണവശാലും വേറൊരു വാഷിന് പോകരുത്. പെട്ടെന്നൊന്നും അങ്ങനെ മുഷിയത്തൊന്നുമില്ല. ഇത്രയും ഇവിടെ ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ മുഷിയത്തൊന്നുമില്ല. എപ്പോൾ വാഷ് ചെയ്യുന്നതായാലും ഡ്രൈ വാഷ് ചെയ്യാവുള്ളൂ. ഇത് കമ്പനി പറഞ്ഞിട്ടുള്ളതല്ല, ഈ കമ്പനി പറഞ്ഞിട്ടുള്ളത്. കമ്പനി പറഞ്ഞ് അങ്ങനെ ഒന്നും പറയത്തില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഡ്രൈ വാഷ് ചെയ്യാനുള്ള ഒരു മടുപ്പ് എന്തുവാ ഇത്ര, അതിലൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല. ഒന്ന് ഡ്രൈ വാഷ് ചെയ്യുന്നതിന് എന്തുവാ, നമ്മൾ 1000 രൂപയ്ക്ക് ഡ്രൈ വാഷ് ചെയ്യുന്നതിനൊക്കെ എത്ര രൂപയാണ് എനിക്കറിയത്തില്ല. അത്ര 1000 രൂപ കൊടുത്ത് മേടിക്കുന്ന സാധനമെന്ന് പറഞ്ഞാൽ വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ. 1 രൂപയ്ക്കും വിലയില്ലേ.
ഇപ്പോൾ മനുഷ്യനെ കഷ്ടപ്പെടുത്തുന്ന കളറുകളാണല്ലോ. ഇതിപ്പോൾ വാടാമുല്ലയുടെ ഒരു ഷെയ്ഡ് അല്ലേ, വാടാമുല്ലയുടെ ഒരു ഷെയ്ഡ്. വാടാമുല്ല ഈ ടസറിൻ്റെ സ്റ്റഫ് വരുന്നതുകൊണ്ട് നല്ലൊരു കളറ് കിട്ടുന്നുണ്ട്. പേസ്റ്റൽ ഷെയ്ഡിൽ നല്ലൊരു കളർ കിട്ടുന്നുണ്ട്. പേസ്റ്റൽ ഷെയ്ഡ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും വാടാമുല്ല പർപ്പിളും കൂടെ മിക്സ് ആയിട്ടുള്ള, അതിനെ ഞാൻ പർപ്പിൾ എന്നാണല്ലോ പേരിട്ട് വിളിച്ച്. അത് ഈ ബീട്രൂട്ടൊക്കെ മുറിച്ച് കഴിയുമ്പോൾ ഉള്ള ഒരു കളറില്ല, അതാണ് ആദ്യത്തേത്. ഇത് ശരിക്കും വാടാമുല്ലയുടെ ഒരു ഷെയ്ഡ്. അല്ലെങ്കിൽ എൻ്റെ ദൈവം ഇപ്പോൾ പർപ്പിൾ എന്ന് പറയുന്ന കളർ ഏതാണെന്ന് എനിക്ക് കിട്ടുന്നില്ലല്ലോ. ചില സമയത്ത് ചാനൽ ഔട്ടായി പോകും അല്ലേ, നമുക്കൊക്കെ ഇല്ല അങ്ങനെ ബ്ലൈൻഡായിട്ട് പോകുന്ന ഒരു സംഭവമില്ലേ. എനിക്കങ്ങനെ ഒരു പരിപാടി പ്രശ്നമുണ്ട്. ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ സ്ഥിരം പോകുന്ന സ്ഥലമാവണേലും പെട്ടെന്ന് അയ്യോ ഇതെവിടെ വരുന്നു കിട്ടത്തില്ല. എന്ന് വെച്ചാൽ ജനിച്ചകാലം തൊട്ട് കാണുന്ന സ്ഥലമാണേലും പെട്ടെന്ന് ബോധോദയുണ്ട്. നമ്മൾ വല്ലതൊക്കെ ചിന്തയിൽ മുഴുകി ഇരുന്നിട്ട് പെട്ടെന്ന് ഉണർന്ന് എഴുന്നേൽക്കും, ഇതെവിടെ വന്ന ഒരു 2 സെക്കൻഡ് നേരത്തേനും ബ്ലോക്കായി പോകും. ബ്ലൗസ് മുന്താണിക്ക് ഇങ്ങനെ മാത്രമേ ഉള്ളൂ കേട്ടോ, ചെറിയൊരു സീക്വൻസ് ചെയ്തിട്ട്. വട്ടുണ്ടെന്നോ സഹിച്ചു ഇപ്പം എന്നെ കൊണ്ട് കേസ് കൊടുക്ക് വട്ടുണ്ടെങ്കിൽ. വട്ടമുള്ളവരാരും വട്ടമുണ്ടെന്ന് സമ്മതിക്കാറില്ല കേട്ടോ. വട്ടമുണ്ടെന്ന് സമ്മതിക്കുന്നവർക്ക് വട്ടുമില്ല. നിങ്ങൾക്കൊക്കെയാണ് വട്ടം, നിങ്ങളൊക്കെ വലിയ വട്ടില്ലാത്തവരാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സമ്മതിച്ചല്ലോ, എല്ലാ മനുഷ്യനും ഉണ്ട് ചില സമയങ്ങളിൽ വട്ട്. ഒന്നും ഇല്ലാതെ ദൈവങ്ങൾ പോലും ഇല്ല. പിന്നെയാണ് ഇതിപ്പം ലാവണ്ടർ അല്ലേ, ലാവണ്ടറിൻ്റെ ഒരു കറക്റ്റ് ലാവണ്ടർ. ഇതിൻ്റെ എല്ലാം ഈ ഡൈയിങ് മിക്സ് ആയിട്ടാണ്, അതുകൊണ്ടാണ് കറക്റ്റ് പറയാൻ പറ്റും. ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡ്, ലാവണ്ടറും ഈ ഒരു ഇതും കൂടെ. പിന്നെ ഭയങ്കര എടുത്ത കളറുകൾ വേണ്ടാത്തവർ, ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലതാണ്. ഇപ്പോഴത്തേലും ഇങ്ങനെ ഇതെല്ലാം 6 ആകല്ലേ, ഇങ്ങനെ അത് മാത്രം 6 ആകല്ലേ. ചിലതിന് പോയേക്കുന്ന ഇങ്ങനെ ഒരു ഷേപ്പാണ്. ഇതും അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ 6 ആകായിരുന്നു, ഇങ്ങനെയായിരുന്നു. ഇത് ഇങ്ങനെ സരിഗമയുടെ സംഭവം പോലെ പോലെ. ബ്ലൗസ് ഇത് തന്നെ തയ്ച്ചിടുന്നതായിരിക്കും നല്ലത്. ആ സ്റ്റഫ് ബ്ലൗസ് പ്ലെയിൻ ആട്ടോ. കയ്യ വല്ലതും കസവ് വല്ലതും ഉണ്ടോ, ബോർഡർ വല്ലതും ഉണ്ടോ? ഇല്ല അല്ലേ, ഇല്ല. ബ്ലൗസിനൊക്കെ 1 മീറ്റർ തുണിയും ഉണ്ടെന്ന് തോന്നുന്നു, ഇഷ്ടംപോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് പിങ്ക് ലൈറ്റ് ഷെയ്ഡുകാർ ഇങ്ങനത്തേത് എടുത്തു, ലൈറ്റ് ഷെയ്ഡിനോട് ഇഷ്ടമുള്ളവർ ഇങ്ങനത്തെ എടുത്തു. എന്നിട്ട് നമ്മളിത് ഒരു സാരി ഫോളും കൂടെ ഒക്കെ പിടിപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ പ്യുവർ ടസറല്ലെന്ന് ഒരു മനുഷ്യൻ ചോദിക്കത്തില്ല. അയ്യോ പ്യുവർ ടസറാന്ന് മാത്രമേ അവർക്കുള്ളൂ കേട്ടോ. ലൈറ്റ് പിങ്ക് തെലുണ്ട് ആ ഡിസൈൻ കേട്ടോ. ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് എടുത്തറിയത്തില്ലെന്നേ ഉള്ളൂ. ഇത് മുന്താണി. ബ്ലൗസ് കാണിക്കണ്ടല്ലോ, പ്ലെയിൻ, ആ സെയിം പ്ലെയിൻ. പിസ്ത ഗ്രീൻ. ഈ ടസർ നമ്മൾ ഉപയോഗിക്കാൻ എളുപ്പമുള്ള, ഉടുക്കാൻ എളുപ്പമുള്ള പോലെ തന്നെ എനിക്ക് കാണിക്കാൻ നല്ല എളുപ്പമാണ്. നമ്മൾ ആ പിടിക്കുന്നിടത്ത് നിന്നോളൂ. ഒരു ബുദ്ധിമുട്ട്, നമ്മുടെ ശരീരത്തിന് നല്ലൊരു തണുപ്പ് ഫീലാണ് ഇത് ശരീരത്തോട്ടിടുമ്പോഴേ. വീവിങ്ങിൻ്റെ ഒക്കെ ഉള്ള ഒരു ഓവർ കനോ ഭാരങ്ങളോ ഒന്നുമില്ല, നല്ല ഇതുണ്ട്, സോഫ്റ്റാണ്. പിസ്ത ഗ്രീനെ മുന്താണി വന്നിട്ട് ഇങ്ങനെ. നമ്മൾ ഒറിജിനൽ ടസർ എടുക്കണമെങ്കിൽ എത്ര രൂപ? 5000 രൂപ. 5000 രൂപയ്ക്കൊക്കെ നല്ലത് കിട്ടുമോ ആർക്കറിയാം. അത്രയും ഉണ്ട്. ഇതൊക്കെ ബ്ലാക്ക്. ഇവിടുത്തെ ആ ഡിസൈൻ നല്ല എടുത്ത് നിൽക്കുന്നുണ്ടോ. ഇതിനൊന്നും ഓവറായിട്ടുള്ള സ്റ്റോക്കും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. വേണ്ടവർ അപ്പം തന്നെ ക്യാഷ് അടച്ച് ബുക്ക് ചെയ്യണേ. എന്നാന്ന് ചോദിച്ചാൽ ഈ ടസറൊക്കെ എപ്പോഴും വരുന്ന ആണ്ടുകൊണ്ട് കണ്ടമാനം സ്റ്റോക്കൊന്നും എപ്പോഴും ഒന്നും കൊണ്ടുവരത്തില്ല. ഇതും ഇങ്ങനെ പോയിരിക്കുക, സാ എന്നുള്ള രീതിക്കുള്ളൊരിത് പോയിരിക്കുക. ബ്ലാക്ക്, നല്ല ഡീപ്പ് ബ്ലാക്ക് മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസും ടസറിൻ്റെ ബ്ലാക്ക് ബ്ലൗസ്. വേറെ കറുത്ത ബ്ലൗസ് ഉണ്ടെന്നും പറഞ്ഞാൽ അത് ഇടാൻ പോവരുത്. ഈ ബ്ലൗസ് തന്നെ തയ്ച്ചിടുവാണെങ്കിൽ, ഈ ബ്ലൗസ് തന്നെ പറ്റുമെങ്കിൽ തയ്ച്ചിടണേ. കാരണം സ്റ്റഫ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. നമുക്ക് എല്ലാവരുടെയും കൈ കറുത്ത ബ്ലൗസ് കാണും. അപ്പോൾ ആ സാരി അങ്ങ് ഇതാക്കുന്ന പോലെ ആവും. അതിൻ്റെ സ്റ്റഫ് തന്നെ കിട്ടണം, എന്നാലേ ആ സാരിക്ക് മാച്ചിങ് വരുള്ളൂ. നമ്മളെല്ലാം എളുപ്പവഴി നോക്കുന്നവരല്ലേ. പെണ്ണുങ്ങൾ നല്ലൊരു മജോറിറ്റി ഷോർട്ട് കട്ട്സ് നോക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഷോർട്ട് കട്ട് നോക്കത്തില്ല. എനിക്ക് ഷോർട്ട് കട്ട് പിടിക്കുന്ന ഇഷ്ടമില്ല, സത്യം ഞാൻ പറയാം. ചുമ്മാ പറയാം. കാണിച്ചോ? ഇതന്നെ ഒരെണ്ണം കാണിച്ചില്ലേ? ഇതേത്? എൻ്റെ ഡാർക്കല്ലേ. ഫസ്റ്റ് കാണിച്ചതിൻ്റെ വേറൊരു ഷെയ്ഡ്. അത് ഇച്ചിരി കൂടി ഡാർക്കാണ്. ഇത് അതിനെ കഴിഞ്ഞ് ഇച്ചിരി കൂടി ലൈറ്റ്. നമ്പർ നോക്കി, നമ്പറും കൂടെ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കാവുള്ളൂ. നമ്പറും ക്യാഷും
ക്യാഷ് മീൻസ് എമൗണ്ടും എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഡേറ്റ് എഴുതുന്നത് എന്നും കൊണ്ട് ഇപ്പോൾ എല്ലാവരും ഈ ഡേറ്റിൽ ഇത്ര നമ്പർ സാരി എന്ന് പറഞ്ഞ് അയക്കുന്നുണ്ട്. അങ്ങനെ അയച്ചാൽ നമുക്ക് വലിയ പാടാട്ടോ, റിപ്ലൈ തരാൻ വളരെ താമസമായിരിക്കും. നമ്മൾ വീഡിയോയ്ക്കകത്ത് പോയി നമ്പർ നോക്കിയിട്ട് വേണം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സാരി കിട്ടിയില്ല എന്നിരിക്കും. സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാവുന്ന ഒരു സ്ക്രീൻഷോട്ട് തന്നെ അയക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾക്ക് തീരുമാനമാവും. മറ്റേത് നമ്മളവിടെ നിങ്ങളുടെ കാര്യം പെൻഡിങ് വെച്ചുകൊണ്ടിരിക്കും. അതാണ് പറ്റുന്നത്. സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഡേറ്റും ആ ഡേറ്റിലെ ഇത്ര നമ്പർ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ. ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ട് ഇപ്പോൾ ഒത്തിരി പേര് അല്ലാതെ അയക്കുന്നുണ്ട്, സ്ക്രീൻഷോട്ട് എടുക്കാതെ നമ്പർ സാരിന്ന്. അപ്പോൾ എന്നെ അടുക്കും അവർക്ക് റിപ്ലൈ കൊടുക്കാൻ ചിലപ്പം സാധിക്കാതൊക്കെ വരും. അതിനകത്ത് ജെനുവിനായിട്ട് അറിയത്തില്ലാത്ത ആൾക്കാരും പെട്ടുപോകും. അതാ എനിക്കത് സങ്കടം വരുന്നത്. ഇത് ആ സാരി തീർന്നു. ഇനി ഇത് വേറൊരു നമ്മുടെ സോഫ്റ്റ് സിൽക്ക്, സെമി സിൽക്ക്, ഡെയിലി വെയർ അല്ല ഫങ്ഷൻ വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നോർമൽ ചുമ്മാ സാരി. ഇത് സെമി സിൽക്ക് വിഭാഗത്തിൽപ്പെടുകയില്ല, ഈ സോഫ്റ്റ് സിൽക്ക് വിഭാഗത്തിൽപ്പെടുന്ന അങ്ങനത്തെ സാരി. ഒരു രാമാഗ്രീനൊക്കെ ഷെയ്ഡ് മുന്താണി വന്നിട്ട് ഇങ്ങനെ സിമ്പിൾ സാരിയാണ്. പക്ഷേ ആ ഒരു ഗ്ലോയും കാര്യങ്ങളും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് ബ്ലൗസ് കാണുന്നുണ്ട് ഇവിടെങ്ങാനും. ഗ്ലോയും കാര്യങ്ങളും എല്ലാം കൂടി ഉള്ളതുകൊണ്ടേ ബ്ലൗസ് പ്ലെയിന്. ഇതല്ലേ, ഇതാ പ്ലെയിൻ. പ്ലെയിനാണ്, പക്ഷേ ബോർഡർ ഉണ്ട്, കൈക്ക് ഇങ്ങനെ ബോർഡർ ഉണ്ട് ബ്ലൗസിൻ്റെ. ഒരു എന്നാ പറയുന്നത്, ഫങ്ഷൻ ഫീൽ തോന്നിക്കുകയും ചെയ്യും. എന്നാ പറയുന്നത്, പ്രത്യേകിച്ചൊന്നും പറയാൻ ഇങ്ങനെ ഒരു പ്രിൻ്റൊക്കെയുള്ള ഒരു സാരി, ചെറിയ വിലയുടെ നോർമൽ സാരി. മഴയൊക്കെ പെയ്ത് എല്ലാവർക്കും ചൂടൊക്കെ പോയില്ലേ? ഞങ്ങൾക്ക് പോയി. കാഞ്ഞിരപ്പള്ളിയിലൊക്കെ മഴയാണ്. ഒരു 11 മണിയാകുമ്പോഴേ എനിക്കിപ്പോൾ ഏറെ സങ്കടമാണ്, ഭയങ്കര സങ്കടമാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്ത സങ്കടം. എന്നാണെന്നറിയോ, സ്കൂൾ തുറക്കാൻ പോകുന്നു. അത് ഭയങ്കര വിഷമമാണ്. പിള്ളേരൊക്കെ വീട്ടിലുള്ള എനിക്കിഷ്ടം. എന്നാ തിരക്കാന്ന് പറഞ്ഞാലും പിള്ളേർ സ്കൂളിൽ പോകണ്ടേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനൊന്നും ഉത്തരവില്ല. സ്കൂളിലൊക്കെ പോകണം, എല്ലാം പഠിക്കണം. പക്ഷെ എന്നെ ഓരോ അവധിക്കാലവും കഴിയുമ്പോൾ വിഷമമാണ്. പിള്ളേരൊക്കെ അങ്ങ് വളർന്നു വലിയ പെട്ടെന്ന് അങ്ങ് പോവുകയാണ് എന്നൊക്കെ ഓർക്കുമ്പോഴേ. ബ്ലൂ എന്താണ് ഇങ്ങനെ ഒന്നുമില്ല കാണിക്കാൻ, കളറിനകത്ത് മാത്രം ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. റാണി പിങ്ക് നല്ല തെളിഞ്ഞ കളറാട്ടോ. നല്ല കളറുള്ള ആൾക്കാരൊക്കെ കുറേ കൂടെ നല്ലതായിരിക്കും. കളർ കുറഞ്ഞ ഇപ്പം എനിക്ക് വലിയ കളറൊന്നും ഇല്ലല്ലോ, ഞാൻ ഒരു എന്നാ പറയുക മീഡിയമാണ്. അപ്പോൾ അതിനകത്ത് ഉള്ള എനിക്ക് ചേരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കേ. അപ്പോൾ എല്ലാവർക്കും കളർ ഉള്ളവർക്ക് മാത്രം എന്നല്ല പറഞ്ഞത്, കളർ ഉള്ളവർക്ക് കുറേ കൂടെ എടുപ്പ് തോന്നിപ്പിക്കുമെന്ന് തോന്നുന്നു. ഇത് എന്താണ് ഇങ്ങനെ ബ്ലൗസ് കാണിച്ചില്ലല്ലേ? കാണിച്ചല്ലോ അല്ലേ ആദ്യത്തെ പ്രാവശ്യം ബ്ലൗസ്. ഇത് ക്രീം കളർ. കൈവിട്ട് പോയല്ലോ എവിടെയും. ഇല്ല, ചാടിപ്പോയി ഞാൻ ഓർത്ത്. ക്രീമല്ല, ചന്ദന കളറ് ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് നല്ലതാണ്. എങ്ങനെ വേണമെങ്കിലും റഫ് യൂസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാരി. നമുക്കൊരു പ്രശ്നമില്ല. ഡെയിലി യൂസിനോ ചെറിയ ഫംഗ്ഷനോ പള്ളിയിൽ പോകാനോ ചർച്ചിൽ പോകാൻ, പള്ളിയും ചർച്ചും ആരാധനാലയങ്ങളിൽ പോകാനോ എവിടെ വേണമെങ്കിലും പോകാനോ ഒക്കെ നമുക്ക് ചുമ്മാ കൊടുക്കാവുന്ന സാരി. ഇത്രയല്ലേ ഉള്ളൂ. വളരെ കുറച്ച് സാരിയേ വെച്ചിട്ടുള്ളൂ. പിന്നെ ഒരു അത് നാളെ കാണിക്കുമ്പോൾ നാളത്തെ കാര്യം പറഞ്ഞാൽ പോരെ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. നമുക്ക് വാട്സപ്പ് കോൾ വഴിയില്ല, കോൾ എടുക്കില്ല. ഈ നമ്പറിൽ, ഈ സ്ക്രീനിൽ കിടക്കുന്ന നമ്പറിൽ കോൾ വന്നാൽ വളരെ വിരളമായിട്ടേ എടുക്കുള്ളൂ. കാരണം കോൾ എടുക്കുന്ന ഫോൺ വാട്സപ്പ് വേറെ ഓർഡർ എടുക്കുന്ന നമ്പർ, ആ വാട്സപ്പിലെ ഓർഡർ എടുക്കുന്ന ആളുടെയിലല്ല ഇതിൻ്റെ ഫോൺ സിം ഇരിക്കുന്നത്. അപ്പോൾ അയാൾ അല്ല ഫോൺ എടുക്കുന്നത്. അപ്പോൾ രണ്ടും രണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കോൾ ചെയ്യാൻ കഴിവതും ഒഴിവാക്കുക. കാരണം കോൾ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പുറത്തെ ആളോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, വോയിസ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും മെസ്സേജ് ഇട്ടാൽ മതി എന്ത് കാര്യത്തിനും. പിന്നെ ബുക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ക്യാഷ് അടച്ചാൽ മാത്രമേ ബുക്കിംഗ് കംപ്ലീറ്റ് ആകത്തുള്ളൂ, അല്ലാതെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല.
ഓൺലൈനിൽ പറയാവുന്ന കാര്യങ്ങളെല്ലാം അത്യാവശ്യം പറഞ്ഞാൽ തന്നെയാണ്, അത്യാവശ്യമല്ല പറയാൻ എന്തെങ്കിലും മാനുഷികമായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മാത്രമേ പറയാതിരിക്കുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് വീണ്ടും ഇതൊരു ഫോട്ടോ എടുത്ത് കാണിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ചോദിക്കുക, സ്കിപ്പാക്കിയിട്ട് കാണിക്കുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു സാരി കാണിച്ചിട്ട് അത് ചുമ്മാ ഇത് വീഡിയോ, പിന്നെ എന്തിനാണെന്ന് ഞാൻ ഓർക്കുവേ, വീഡിയോയ്ക്കകത്ത് ഇത് പച്ച കളറാണോ, ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെയാണോ, ഇത് അങ്ങനെയാണോ, അതിൻ്റെ നീളം ഇങ്ങനെയാണോ, ഇതെല്ലാം ഓൺലൈനിൽ പറഞ്ഞത്. ഏറ്റവും അവസാനം അവർ സുല്ലിട്ട് വിട്ടിട്ട് വേറെ ആളുടെ പുറകെ പോയി. കാരണം ഇതെല്ലാം വീഡിയോ പറയുന്നുണ്ട്. പിന്നെ എന്നിട്ട് പിന്നെ ഇതെല്ലാം എഴുതി നോക്കി, ഇത് ഫോട്ടോയും കൊണ്ട് എടുത്തു കൊടുക്കുക. ഫോട്ടോ നിങ്ങൾ ചോദിക്കുന്ന ഒന്നും കുറ്റമാണെന്നല്ല ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ കാണിക്കാനാണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോ ഇട്ടിട്ട് കാണിച്ചാൽ പോരെ, ഇങ്ങനെ പറഞ്ഞാൽ പോരെ. അതിലും നമ്മൾ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൊണ്ടാണ് വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ഫോട്ടോ എന്ന് പറയുമ്പോൾ ഫോട്ടോ ഇട്ട് കാണിക്കുമ്പോൾ ഈ കാണുന്നത് കറക്റ്റ് കളറായിരിക്കില്ല, വീഡിയോയിലാണ് കറക്റ്റ് കളറ്, ഫോട്ടോയിലേലും അത്രയും കറക്റ്റ് കളറായി. വേറെ മെറൂണൊക്കെ എന്ന് പറയുമ്പോൾ എടുക്കുമ്പോൾ വേറൊരു കളറാണ് വരുന്നത്. പിന്നെ നമ്മളത് അയക്കുകയുള്ളൂ നിവൃത്തി. ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾ വേറെ കളർ പോയി കണ്ടു കഴിയുമ്പോൾ നിങ്ങളത് വേണ്ടാന്നും വെക്കും. അതാ സംഭവിക്കുന്നത്. കുറ്റപ്പെടുത്തി ഒന്നും പറഞ്ഞതല്ല കേട്ടോ, ഞാൻ നമ്മൾ ലോകാര്യങ്ങൾ പറയുകയല്ലേ, അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അതിനകത്തൊന്നും വേറെ ഇതിലൊന്നും എടുത്തേക്കല്ലേ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.